ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കോഴി സമ്മതിക്കുകയെന്ന് പറയാം. അപ്പോൾ വേറൊന്നുമല്ല, ഞങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ റീയൂണിയനാണ് ഇന്ന്. ഒരുപാട് ദിവസം കാത്തിരുന്നൊരു ദിവസമാണ്. നമ്മൾ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം വന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല ജലദോഷവും കാര്യം. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി, കുഴപ്പമില്ല. എന്നാലും ഞാൻ എന്താണെങ്കിലും ഇന്ന് പോകണമെന്ന് തന്നെ പറഞ്ഞിരിക്കുമായിരുന്നു. എങ്ങനെയും ഒന്ന് മാറണേന്നായിരുന്നു. പെട്ടെന്ന് തന്നെ മാറിയിട്ടില്ല, എന്നാലും കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതേ ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ചേട്ടായി വരുന്നില്ല. ആരുടെയും ഫാമിലിയൊന്നും ഇല്ല, എല്ലാവരും ഒറ്റയ്ക്കാണ് വരുന്നത്. എല്ലാവരും പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന പോസ്റ്റാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അജുമൽ വരും. അജുമൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവൻ പോകുമ്പോൾ അവൻ എന്നെ പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് പോകണം. അപ്പോൾ അതിപ്പോൾ തന്നെ ലേറ്റായി. ഒരു 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെന്നിട്ട് കാണാം. ഒരുപാട് സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ചെല്ലട്ടെ, ഞാൻ പറ്റുന്നതൊക്കെ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ. അജ്മലാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. അപ്പോൾ അത് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ അവൻ എടുത്തു തന്നെയാണ്. 5 മിനിറ്റ് പോലും വേണ്ട, നമ്മൾ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കണ്ട് കുറേ കുറേ സംസാരിച്ചിരുന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. ആരും ഭർത്താക്കന്മാരെയും പിന്നെ ബോയ്സ് ആരും ഭാര്യമാരെയും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബുദ്ധിപരമായിട്ട് കുറച്ച് പേര് മാത്രമേ മക്കളെ കൊണ്ടുവന്നു, ബാക്കി ആരും മക്കളെയും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. കാരണം വൈകുന്നേരം വരെയുള്ള ഫംഗ്ഷൻ അല്ലേ. ഹവിസ് എന്നാണ് നമ്മൾ റീയൂണിയന് പേരിട്ടത്. കാരണം നമ്മുടെ 10ാം ക്ലാസ്സിലെ കൈയെഴുത്ത് മാഗസിൻ്റെ പേര് ഹവിസ് എന്നായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഓമന ടീച്ചർ, ഉഷ ടീച്ചറൊക്കെ വന്നായിരുന്നു. ഓമന ടീച്ചറൊക്കെ അങ്ങ് ദൂരത്തുനിന്ന് വരുന്ന കേട്ടോ. ടീച്ചർ 2.5 വർഷം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഇപ്പോൾ കറുകച്ചാൽ AEO ആണ് ടീച്ചർ. ഈ വൈറ്റ് ചെറുതായിട്ടിരിക്കുന്ന ഞങ്ങളുടെ ഉഷ ടീച്ചർ. ഞങ്ങളുടെ UPയിലെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഞാനായിരുന്നു സ്റ്റേജിൽ കോമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട്സും കാര്യങ്ങളും എൻ്റെ കയ്യിൽ. അങ്ങനെ ഇത് സജിനും ഞങ്ങൾ ഏതൊക്കെ ടീച്ചേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രോഗ്രാമിൻ്റെ. അപ്പോഴേക്കും നമ്മുടെ ബിന്ദു ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിന്ദു ടീച്ചറാണ് ആ റെഡ് സാരി എടുത്തിരിക്കുന്നത്. പിന്നെ മറ്റേത് ഉഷ ടീച്ചർ. 2 ഉഷ ടീച്ചറുണ്ട്. 2 പേരും ഞങ്ങളുടെ UPയിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സായിരുന്നു. നമുക്ക് കുറച്ച് സമയപരിമിതി ഉള്ളതിനാൽ ഒട്ടും വൈകിക്കാതെ ഒരു ഈശ്വര പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. വേദിയിൽ കുട്ടികൾ ശുഷ്കമായി പോയോ എന്നെനിക്കൊരു തോന്നല്. നിങ്ങളുടെ ബാച്ചിലുള്ളവര് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ച നല്ല മനസ്സുള്ള അധ്യാപകരായതുകൊണ്ടാണ് ഒരു കൃത്യസമയം പാലിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ഒരു മിസ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ നമ്മുടെ ഒപ്പം നിന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്നേഹ സമ്മാനം നൽകാനായിട്ട് നമ്മുടെ ബിന്ദു ടീച്ചറിനെ ക്ഷണിച്ചുകൊണ്ടു. അടുത്തതായി നമുക്ക് ഈ ചടങ്ങ് ഒരു മധുരം പങ്കിട്ട് ഉദ്ഘാടനം ചെയ്യാം. ടീച്ചേഴ്സ് എല്ലാവരും, പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും. പടിയായിട്ട് വന്ന് നിങ്ങളെ പേടിപ്പിക്കത്തില്ല. ഞാൻ അങ്ങനല്ല, പേടിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഇവിടുത്തെ പിള്ളേർക്ക് അതിശയായി പോയി. അവര് പറഞ്ഞാൽ പഴയ ഹിന്ദി ടീച്ചർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്റെ ടീച്ചറെന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങളിൽ നിന്ന് ഒന്നുകൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സന്തോഷം. ടീച്ചറിനെ ആദരിക്കാൻ
ഇത് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഹിന്ദി ടീച്ചറാണ്, ത്രേസ്യാമ്മ ടീച്ചർ. ടീച്ചർ റിട്ടയർ ആയി. അപ്പോൾ റിട്ടയർ ആയ 3 ടീച്ചേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നുണ്ടായിരുന്നു. കുടുംബജീവിതമാണ് ഏറ്റവും വലിയ പ്രയാസങ്ങളിലേക്ക് ജീവിതം. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഐക്യമാണ്. ഐക്യമില്ലെങ്കിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായി വളർന്ന് അതൊക്കെ ജോലി പഠിച്ചെന്ന് പറഞ്ഞു. അതിലേക്ക് വളരെയധികം സന്തോഷം. നമ്മൾ സ്വന്തം കാര്യം കിട്ടണം. ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും ഒരു വടിയുമായിട്ട് ക്ലാസ്സിൽ വരും. പക്ഷേ ഇന്നേ വരെ ഒരു കുട്ടിയെ പോലും അടിച്ചിട്ടില്ല. ഭയങ്കര ഒരു നിഷ്കളങ്കതയാണ്, ഭയങ്കര സ്വീറ്റാണ് ടീച്ചർ. ഇത് ഉഷ ടീച്ചർ റിട്ടയറായി. ടീച്ചർ എൻ്റെ കല്യാണത്തിന് വന്ന് ടീച്ചറിൻ്റെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ടീച്ചറാണെങ്കിൽ നമ്മുടെ വഴക്കിന് വഴക്ക്, ഉപദേശത്തിന് ഉപദേശം, സ്നേഹത്തിന് സ്നേഹം. ശരിക്കും ഞങ്ങളുടെ ഒരു അമ്മ ഫിഗറാണ് ടീച്ചർ എല്ലാവർക്കും. ഇപ്പോഴും ഞങ്ങളെപ്പറ്റി പറയുമ്പോൾ ടീച്ചർ 100 നാവാ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വഴിയിൽ ഞാൻ നടന്നു കിടന്നാൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും എനിക്ക് എൻ്റെ മക്കളെക്കാൾ ഉപകാരപ്പെടും. അത് ഞാൻ മനസ്സിലാപ്പിച്ച കാര്യം. കാരണം കേരളത്തിന്റെ ഒരു രീതി അതാണ്. മക്കളെ നമ്മൾ പഠിപ്പിക്കുക, അവർക്ക് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, എപ്പോഴും വിളിക്കുകയും കാര്യങ്ങളും അന്വേഷിക്കുക. ഇത് മണി സാറ് റിട്ടയറായി. ഓമന ടീച്ചർ പോയി കഴിഞ്ഞ് ഞങ്ങളെ 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച സാറാണ്. സാറിൻ്റെ സ്പീച്ച് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല. നല്ല രസം സാറിൻ്റെ സ്പീച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരാളായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്, ഡെസ്കിലൊക്കെ വന്നിരുന്ന്. ഇത് ഞങ്ങളുടെ സ്വന്തം ഓമന ടീച്ചർ. 2.5 വർഷം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഓമന ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങളെന്നായിരുന്നു ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ടീച്ചറുമായിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക് പേഴ്സണലി. അതിൽ 1-2 ടീച്ചർ സ്റ്റേജിൽ ഷെയർ ചെയ്ത് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചെവിയിൽ മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഇൻസിഡൻറ്റ്. മക്കളെ പോലെയാ നമ്മുടെ ചെവിയിലൊന്നും മരുന്ന് കഴിക്കുന്നു. എന്നെ ഇന്റർവെല്ലിൽ വന്നിട്ട് മരുന്ന് തരാൻ ആഗ്രഹം വന്നിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളാണ്. അപ്പം നിങ്ങളെ മാത്രമല്ല അതിനുശേഷം ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെയാണ്. ഇന്ന് ഇവിടെ നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് ഒരു കൃഷ്ണ തുളസി കതിരുമായി ഞാനിന്നും പ്രതീക്ഷിച്ചു നിന്നു. നിന്നിലേക്കു ഞാൻ വരുന്നു, നിമ്മൺകുടിൽ തേടി വരുന്നു. നീതും കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാനിന്നും പ്രതീക്ഷിച്ചു നിന്നു. നീതും കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. നീലക്കുറികൾ പൂക്കുന്ന വീതിയിൽ ഇത് ഞങ്ങളുടെ ബിന്ദു ടീച്ചർ, ഞങ്ങളുടെ മാത്സ് ടീച്ചറായിരുന്നു. ഓമന ടീച്ചർ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഓമന ടീച്ചർ പറഞ്ഞ് തകർത്തതുപോലൊന്നും സംസാരിക്കാനും അറിയത്തില്ല. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയൊക്കെ
ഇത് ഞങ്ങളുടെ പാവം ഉഷ ടീച്ചർ 5ാം ക്ലാസ് വെച്ച് ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ടീച്ചറിന് ഇപ്പോൾ കുറച്ച് ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും ടീച്ചർ ഞങ്ങളെ കാണാൻ ഓടി വന്ന്. അതാണ് ഞങ്ങൾ ടീച്ചറും തമ്മിൽ റിലേഷൻ ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും. ക്ലാസ്സിൽ എനിക്ക് യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാകാത്ത വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ. കാരണം എൻ്റെ മകൻ്റെ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങളന്ന്. അപ്പം എൻ്റെ മകനെ നിങ്ങളുടെ ഓരോരുത്തരും എനിക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു. ഞാൻ മുനീറയുടെ കൈ പിടിക്കുമ്പോൾ പറയും എൻ്റെ മകൻ്റെ കൈ പിടിക്കുന്ന അതേ ഫീൽ എനിക്ക് വരുന്നത്. ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം കണ്ടതിൽ. മുനീറ മാത്രമല്ല, എല്ലാ കുട്ടികളും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഞാൻ തന്നതിൻ്റെ ഇരട്ടി സ്നേഹം തന്ന കുട്ടികൾ. അപ്പൊ എൻ്റെ മകൻ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇന്നത്തെ ദിവസം മാതൃദിനത്തിൽ ഇങ്ങനെ ഒരു സംഭവം അറേഞ്ച് ചെയ്തതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കണം, അവരോടുള്ള എൻ്റെ നന്ദിയും പറയണമെന്നുണ്ട്. കാരണം വളരെ ശരിക്കും ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അധ്യാപകരെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് നമുക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ വിളിച്ചപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കൂടെ പരിഗണിക്കാൻ കാണിച്ച നിങ്ങളുടെ വലിയ മനസ്സിൽ ആ ഹൃദയത്തിന്റെ ഫോണിലെങ്കിലും ഞാൻ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് മെൻസി ടീച്ചർ 10th ബയോളജി ടീച്ചറായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഗൗരവക്കാരിയായിരുന്നു. പക്ഷേ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങി ഇത്ര ബോണ്ടുള്ള ഒരു ടീച്ചർ വേറെ ഇല്ല. നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചറുമായിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. ഇത് ജീന ടീച്ചർ കെമിസ്ട്രി ടീച്ചറാണ്. ഈ ഒരു ചിരിയാണ് അന്നും ടീച്ചറിനുണ്ടായിരുന്ന പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ പോലും. എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സബ്ജക്റ്റിന്റെ പ്രത്യേകതയാണ് സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും. ഇത് നജ്മ ടീച്ചർ ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചറായിരുന്നു. സൗമ്യമായിട്ടുള്ളൊരു ടീച്ചറായിരുന്നു അന്നും ഇന്നും. ടീച്ചേഴ്സിനൊക്കെ മൊമെൻറ്റോ കൊടുത്തപ്പോൾ ഒരു മൊമെൻറ്റോ ഞങ്ങൾക്കും കിട്ടി. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഞാൻ ഇർഫാദും കൂടെ വാങ്ങുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക്. അവർ നമുക്ക് തന്നായിട്ടോ. അപ്പോൾ ഞങ്ങൾ അതും കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ ഒഫീഷ്യലി പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാ ടീച്ചേഴ്സും നല്ലപോലെ സംസാരിച്ചിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ചേ സംസാരിക്കുന്നു, പക്ഷേ എല്ലാവർക്കും നല്ല ഓർമ്മകളുണ്ടായിരുന്നു. എല്ലാവരും അത് ഷെയർ ചെയ്തു. അപ്പോൾ അതേ ഞങ്ങളിതേ ഡൈനിങ് ഏരിയയിൽ നിന്ന് സദ്യ ആയിരുന്നു. അങ്ങനെ എല്ലാവരും സദ്യ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം എല്ലാവർക്കും നമ്മളെപ്പറ്റി അന്നും നല്ല അഭിപ്രായമാണ്, ഇന്നും നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. ഞങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ UPയിലെ കുറച്ച് ടീച്ചേഴ്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പേര് വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും ഞങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. അത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവർ ഞങ്ങൾക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് ഇവിടെ നിന്ന് കിട്ടിയ അവരുടെ ആ ഒരു ശിക്ഷണത്തിൽ വളർന്നത് കൊണ്ട് മാത്രമാണ്. ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞ് +2 പഠിക്കാനാണെങ്കിലും കോളേജിൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് കിട്ടിയ ടീച്ചേഴ്സിൻ്റെ അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റിൽ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് ഞാനുൾപ്പെടെ എല്ലാവരും ഒരുപോലെ പറയുന്നതാണ്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചിപ്പോൾ ഏതൊരു കാലഘട്ടത്തിലേക്ക് പോകണമെന്ന് തോന്നിയാലും ഞാൻ ഓപ്റ്റ് ചെയ്യുക എൻ്റെ 10ാം ക്ലാസ് ആ ഒരു സ്കൂൾ കാലഘട്ടമാണ്. ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടാനായിട്ടൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. UPയിലോട്ട് വന്നപ്പോൾ ഒരു പ്രയർ സോങ് പഠിക്കണം. അപ്പോൾ ടീച്ചർ ഒരു പ്രയർ സോങ് ഞങ്ങളെ പഠിപ്പിച്ചു. അത് ടീച്ചറിന് എനിക്ക് തോന്നുന്നു ഫാദർ ഓരോ പള്ളിയിൽ എവിടുന്നോ ഓരോ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രപഞ്ച വിശാല സാനുക്കൾ സൃഷ്ടിച്ചേ സുപ്രഭാതക്കിളി. വലിയ വലിയ പൊസിഷനിൽ പഠിപ്പിച്ച അധ്യാപകർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആണ് കൊണ്ട് നടക്കുന്നത്. ഏത് ബാക്കി +2 അത് പറഞ്ഞില്ലേ, +2 പഠിച്ചിട്ടും ഡിഗ്രി പഠിച്ചിട്ടും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഇല്ലാന്ന്, അത് സത്യമാണ്. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്തത്. സജിനെ സജിന്റെ കല്യാണത്തിന് അല്ലേലും വിളിപ്പിക്കും ഞങ്ങള്. ശരിയേട്ടാ. വ്ളോഗാ. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ. കുറച്ച് ടീച്ചേഴ്സൊക്കെ പോയി ദൂരെയുള്ള. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മെമ്മറി ഷെയർ ചെയ്യുമായിരുന്നു. മണിമാരൻ കല്ലായി കടവത്തെ കാത്തും
ടീച്ചർ? അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് പോയി, കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ കൊണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഒരു 5:30 ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പിരിഞ്ഞു. എന്നെ അൻസിലാണ് കൊണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ആർക്കും അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോയല്ലേ പറ്റൂ. അങ്ങനെ ശരിക്കും സങ്കടത്തോടെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞത്. ഈ ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ടീച്ചർ വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ആദ്യം മടിക്കെടുത്തൊരു ഫോട്ടോ എടുക്കണം എന്ന്. അങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ്. ഇതിൽ പരം ഭാഗ്യം വേറെ എന്താല്ലേ വേണ്ട ഒരു സ്റ്റുഡൻറ്റിന്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബെൻസി ടീച്ചർ, പാവൻ ടീച്ചർ കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ മണിസാറും ഉഷ ടീച്ചറും, ഇത് ഞങ്ങളുടെ ത്രേസ്യാമ്മ ടീച്ചർ, ഇത് ജീന ടീച്ചർ, പിന്നെ ഇത് ബിന്ദു ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, സുന്ദരി ടീച്ചർ. അത് കഴിഞ്ഞ് ഇതേ ഞങ്ങളുടെ സ്വന്തം ഉഷ ടീച്ചർ, പിന്നെ ഇത് നെജുമ്മ ടീച്ചർ. ഇവരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടോ ടൗണിലൊക്കെ. ഇവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഓർമ്മയുള്ളതായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം ഇവരെയൊക്കെ കാണുന്നതും മിണ്ടുന്നതും. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇവരെല്ലാവരെയും ഇവരെല്ലാവരും അടുത്തുള്ളതാണ്. ഞാനിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും മിക്കവാറും ഞാൻ കാണുന്നതാണ്. പക്ഷെ എന്നാലും എന്തൊരു സന്തോഷം ഇവരെയൊക്കെ കണ്ടപ്പോൾ. മുനീറ സനുപോണ്ട് അവന്മാർ പുറത്താണ്. അവന്മാർ മിസ് ചെയ്യുന്നുണ്ട്. എടാ വീഡിയോ കാണണം, കമൻറ്റ് ചെയ്യണേ. അന്ന് വൈകിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. ആകെ എന്തോ ഒരു ഫുള്ളി ഹാങ് ഓവർ ആയിരുന്നു ഞങ്ങളും ടീച്ചേഴ്സാണെങ്കിലും. ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്നതും ആക്റ്റീവായിട്ടിരുന്നതും എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് തോന്നിയൊരു ദിവസമായിരുന്നു അന്ന്. ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു അന്ന്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും എൻ്റെ കൂട്ടുകാർക്കും 1000 നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ശരിക്കും ഒരുപാട് അങ്ങനെ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ടീച്ചേഴ്സിൻ്റെ സൗണ്ട്, സ്റ്റുഡൻസിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട്. കാരണം ഇത് എപ്പോൾ എടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് ആ ഒരു ഡേ ഞങ്ങൾക്ക് ഫുൾ ആ മെമ്മറിയിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വീഡിയോ അധികം എഡിറ്റ് ചെയ്യാതെ ഇടുന്നത് തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.